ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് തൈറോയിഡും മാനസിക പ്രശ്നങ്ങളുമാണ്. തൈറോയിഡ് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ? സാധാരണഗതിയിൽ തൈറോയിഡ് രോഗിയെ സംബന്ധിച്ച് അവർക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? പൊതുവെ ആളുകൾ ചിന്തിക്കുന്നത് അവർക്ക് കുറച്ച് മടിയുണ്ട്, കുറച്ച് ദേഷ്യം, ക്ഷീണം, കുറച്ച് മൂഡ് സ്വിങ്സ്, ഇതൊക്കെയേ ഉള്ളൂ. ഈ ഒരു വിഷയത്തെ പറ്റി അധികം വീഡിയോസ്, ഒരു പബ്ലിക് അവയർനെസ് വീഡിയോസ് ഒന്നും വന്നതായിട്ട് ഞാനും കണ്ടിട്ടില്ല. ഒരുപക്ഷെ അതിനുള്ള കാരണം ഈ ഒരു റിലേഷനെ പറ്റി അധികം സ്റ്റഡീസ് ഒന്നും നടക്കാത്തതാണ്. കാരണം ഈ തൈറോയിഡ് പ്രശ്നങ്ങൾ മൂലം ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾക്ക് അതിനെ ഒന്ന് ചികിത്സിച്ച് മാറ്റിയാൽ മാത്രമല്ലേ, അതായത് തൈറോയിഡിനെ ചികിത്സിക്കുന്നതിൻ്റെ ഒപ്പം ഈ പ്രശ്നങ്ങളൊന്ന് മാറ്റിയെടുത്താൽ മാത്രമല്ലേ നമുക്ക് അതിനെപ്പറ്റി ഒരു കൂടുതലായിട്ടുള്ള വിവരങ്ങൾ പറയാൻ പറ്റുള്ളൂ അല്ലേ. സാധാരണഗതിയിൽ ഹൈപ്പോതൈറോയിഡിസം ജീവിതകാലം മുഴുവൻ മരിക്കുന്നത് വരെ ഗുളിക കഴിച്ചോളുക, TSH നോർമലാക്കി വെച്ചേക്കുക. അപ്പം എന്നിട്ടും മാറാത്ത ബുദ്ധിമുട്ടുകളൊക്കെ ഒന്നുകിൽ അവരുടെ സ്വഭാവ വൈകല്യങ്ങളായിട്ടോ അല്ലെങ്കിൽ സൈക്യാട്രിക് പ്രശ്നങ്ങളായിട്ട് കരുതി സൈക്യാട്രിക് മരുന്നുകളിലൊക്കെയാണ് അഭയം പ്രാപിക്കുന്നത്. ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവരുടെ ഈ മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ എങ്ങനെയാണ് തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളാണ് ഇവയൊക്കെ എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ പലർക്കും അത് അറിയില്ല. ഇപ്പം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടെങ്കിലും ഞാനും ഇതുപോലെ ഒരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. ഈ അടുത്തിടയ്ക്ക് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്നൊരു പേഷ്യൻ്റ് എന്നോട് പറഞ്ഞു, ഡോക്ടറെ, ഞാൻ കുറേ കാലം മുമ്പേ ഇവിടെ ചികിത്സയ്ക്ക് വന്നിരുന്നെങ്കിൽ എൻ്റെ ഫാമിലി ലൈഫ് നഷ്ടപ്പെടില്ലായിരുന്നു. അവരൊരു ബിസിനസ് ചെയ്യുന്ന സ്ത്രീയാണ്, അവരുടെ ബിസിനസ് നഷ്ടത്തിലാവില്ലായിരുന്നു, നല്ല നല്ല സ്റ്റാഫുകളൊക്കെ അവരെ വിട്ടു പോവില്ലായിരുന്നു. അപ്പം അവർക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അവരുടെ കുടുംബജീവിതത്തെ ബാധിച്ചിരുന്നു, അവരുടെ സോഷ്യൽ ലൈഫിനെയും അവരുടെ അവരുമായിട്ട് ചുറ്റിപ്പറ്റി നിന്ന ഒത്തിരി ആളുകളെ ബാധിച്ചിരുന്നു. അപ്പം അവരുടെ ആ പ്രശ്നങ്ങൾക്കൊക്കെ ഉണ്ടായ ആ ഒരു മാറ്റം, അവരുടെ കണ്ണ് നിറയുന്നത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് വിഷമവും അതോടൊപ്പം സന്തോഷമായി. കാരണം അവർക്ക് അതിൽ നിന്ന് മാറ്റം വന്നല്ലോ. അപ്പം ആ ഒരു ഇൻസിഡൻ്റാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തേക്കാം എന്ന് എന്നെ പ്രേരിപ്പിച്ച ഒരു കാര്യം. ഇപ്പോൾ പൊതുവെ തൈറോയിഡ് രോഗികൾക്ക് ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ നമ്മൾ ഈ പറഞ്ഞ ഏതാനും ചില ലക്ഷണങ്ങളിലും ഉപരിയാണ്. അത് ഈ രോഗിക്കും മനസ്സിലാവുന്നില്ല, അവരുടെ ചുറ്റുമുള്ള ആളുകൾക്കും മനസ്സിലാവുന്നില്ല ഇതിൻ്റെ മൂലകാരണം തൈറോയിഡ് ആണ് എന്നുള്ളത്. ചില പ്രകടമായ, അതായത് എൻ്റെ അടുത്ത് വന്ന പേഷ്യൻസ് ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ള ചില നല്ല മാറ്റങ്ങളെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഏറ്റവും ഒന്നാമതായിട്ട് നോക്കുകയാണെങ്കിൽ അനിയന്ത്രിതമായ ദേഷ്യം. വളരെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുക, ദേഷ്യപ്പെടുക, വഴക്കുണ്ടാക്കുക. അത് കൊച്ചു കുട്ടികളെന്നില്ല, വലിയ ആളുകളെന്നില്ല, എല്ലാവരോടും ഒരുപോലെ ദേഷ്യപ്പെടും. ഇപ്പം നമ്മൾ ചില ആളുകളൊക്കെ പൊതുസ്ഥലത്തൊക്കെ ഇപ്പോൾ വഴക്കുണ്ടാക്കുന്നുണ്ടാകാറുണ്ട് അല്ലേ. നമ്മൾ ചെന്ന് കാര്യങ്ങളൊക്കെ തിരക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ളൊരു പ്രശ്നമായിരിക്കും. ഈ ചെറിയ പ്രശ്നത്തെ ഊതിപ്പെരുപ്പിച്ച് വലുതാക്കി വലിയ വിഷയങ്ങളാക്കി ഒരുപാട് വഴക്കുണ്ടാക്കുന്നത് 90% തൈറോയ്ഡ് രോഗികളായിരിക്കും. ഇനി അടുത്തൊരു പ്രശ്നം ഭയങ്കര വാശിയായിരിക്കും. അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ നടത്തി കൊടുക്കണം. അത് ഇല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആർക്കും സ്വൈര്യമില്ല, വഴക്കുണ്ടാക്കും, പ്രശ്നങ്ങളായി, മൊത്തം ബുദ്ധിമുട്ടുകളാക്കി. അടുത്തൊരു സംഗതി, ഇവർ എപ്പോഴും ഒറ്റയ്ക്കിരിക്കാനാണ് ആഗ്രഹിക്കുക. അവർക്കൊരു സോഷ്യൽ ലൈഫ് മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. അല്ലെങ്കിൽ ഒന്നോ രണ്ടോ അവരുടെ ആ കംഫർട്ട് സോണിൽ നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ടാവും, അവരുമായിട്ട് മാത്രം ഇടപെടുക. മറ്റുള്ളവരോടൊക്കെ ഇടപെടുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ അതൊക്കെ അവർക്ക് ഒരു ഇറിറ്റേഷനായിട്ട് തോന്നുക. ഇപ്പം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള നെഗറ്റീവ് വശം മാത്രം എടുക്കുക. ഇപ്പം നമ്മളൊരു തമാശ പറഞ്ഞതായിരിക്കാം, പക്ഷെ അതുപോലും അതിൻ്റെ നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിറങ്ങി ആ നെഗറ്റീവ് കണ്ടെത്തി അവരെന്നെ പറ്റി അങ്ങനെ പറഞ്ഞു, അവരെന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് അത് വലിയൊരു വിഷയത്തിലേക്ക് കൊണ്ടുപോവുക. ഇപ്പം നമുക്ക് പറയാറില്ലേ, അവരോട് അധികം ഒന്നും പറയാൻ പറ്റില്ല, തമാശ പറഞ്ഞാൽ ഫീലിങ്സ് ആവും എന്നൊക്കെ നമ്മൾ പറയാറില്ല. ഇങ്ങനെ ഫീലിങ്സ് ആവുന്ന ഒട്ടുമിക്ക ആളുകൾക്കും അവരുടെ ഉള്ളിൽ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. ഇനി മറ്റൊരു പ്രശ്നമാണ് മൂഡ് സ്വിങ്സ്. നമ്മൾ കണ്ടു, ചെറിയ ദേഷ്യം, സങ്കടം, അതൊന്നും അല്ല, അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പോകും ഇവർ. അതായത് സങ്കടപ്പെട്ടിരിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ഒരിക്കലും നടന്നിട്ടില്ലാത്തതോ നടക്കാൻ പോകുന്നില്ലാത്തതോ ആയ കാര്യങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ ചിന്തിച്ച് സങ്കടപ്പെട്ടുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ കരയുക, പേടി തോന്നുക, പേടിക്കേണ്ട യാതൊരു കാരണവും ഇല്ലാത്തപ്പോൾ പോലും അനാവശ്യമായ അകാരണമായ ഭയങ്ങൾ അവരെ ബാധിക്കും. പല കാര്യങ്ങളും ചിന്തിച്ച് ചിന്തിച്ച് ഡിപ്രഷൻ ആവുക, അല്ലെങ്കിൽ ആൻസൈറ്റി ആവുക. ഒട്ടുമിക്ക തൈറോയ്ഡ് പേഷ്യൻസും ഞാൻ കണ്ടിട്ടുള്ളത് ഒന്നുകിൽ അവർ ഡിപ്രഷനുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ആൻസൈറ്റിക്കുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടാവും.
ഇതൊക്കെ നിസ്സാര കാരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ പൊതുവെ പുറത്തുനിന്ന് ഒരു വ്യക്തി നോക്കുകയാണെങ്കിൽ ഒരു സാധാരണ മനുഷ്യന് ഡിപ്രഷൻ അടിക്കാനുള്ളതോ ആൻസൈറ്റി വരേണ്ടതായ സാഹചര്യങ്ങളൊന്നും അവർക്കില്ല. പക്ഷെ അവരെ സംബന്ധിച്ച് ചില നിസ്സാര കാര്യങ്ങൾ പോലും അവരിങ്ങനെ ചിന്തിച്ച് ഡിപ്രഷൻ അടിച്ചിരിക്കുക, ഒറ്റയ്ക്കിരിക്കുക, ആരുമായിട്ടും മിങ്കിൾ ചെയ്യാതിരിക്കുക, സഹവാസം ഇല്ലാണ്ടിരിക്കുക. പല പേഷ്യൻസും എന്നോട് പറയാറുണ്ട്, ഡോക്ടറെ എനിക്കൊന്ന് മുറിയിൽ നിന്ന് ഇറങ്ങുക പോലും വേണ്ട, എപ്പോഴും വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി, മുറിക്കകത്ത് തന്നെ ഇരുന്നാൽ മതി, വീട്ടിൽ ആരെങ്കിലും വന്നാൽ അവരോടൊന്നും മിണ്ടാതെ പോലുള്ള മാനസികാവസ്ഥയില്ല എന്നൊക്കെ പറയാറുണ്ട്. ഇറിറ്റേറ്റ് ആവും, ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർക്ക് ഇറിറ്റേഷൻ ആവും. ഇറിറ്റേഷൻ കൂടി മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും ചെയ്യും. അത് പ്രത്യേകിച്ച് മറ്റുള്ളവരോടുള്ള ദേഷ്യമൊക്കെ തീർക്കുന്നത് സ്വന്തം പിള്ളേരുടെ ദേഹത്തോ ഭർത്താവിൻ്റെ ദേഹത്തോ അല്ലെങ്കിൽ പേരൻസിനെയൊക്കെ ആയിരിക്കും. ഇവർ പൊതുവെ ചില ആളുകളൊക്കെ നോക്കുകയാണെങ്കിൽ അവർ പുറത്തുള്ള ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ കുറേയൊക്കെ നല്ല രീതിയിൽ തന്നെ പെരുമാറാനായിട്ട് മാക്സിമം എഫേർട്ട് എടുക്കും. പക്ഷെ ഇവരുടെ ഈ ഒരു കംഫർട്ട് സോണിലുള്ളിൽ അല്ലെങ്കിൽ ഇവർക്ക് സ്വാതന്ത്ര്യം എടുക്കാം എന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ ഇവരിതെല്ലാം പുറത്തേക്ക് ചാടിക്കും, ഒരു പൊട്ടിത്തെറിയായിരിക്കും. അപ്പൊ ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ചുറ്റുമുള്ള ആളുകൾക്ക് ഇത് ഇവരുടെ തൈറോയിഡിന്റെ പ്രശ്നമാണെന്ന് അവർക്ക് മനസ്സിലാകാതെ പോകും. അതുകൊണ്ട് തന്നെ ഈ സ്വഭാവങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, കൊതുകുത്തിയിരിക്കുക എന്നൊക്കെ നമ്മൾ നാടൻ ഭാഷയിൽ പറയും അല്ലേ. നിസ്സാര കാര്യങ്ങൾക്ക് പിണങ്ങിയിരിക്കും, മിണ്ടാതിരിക്കും. അപ്പൊ ഇതൊക്കെ നമ്മൾ പുറത്തുനിന്നുള്ളൊരു വ്യക്തി കാണുമ്പോൾ എന്താ ചിന്തിക്കുക, ഇത് ഇവരുടെ സ്വഭാവം ഇങ്ങനെയാണ്, സ്വഭാവം വൈകല്യമാണ്, അല്ലെങ്കിൽ അവരുമായിട്ട് ഒത്തിരി മിങ്കിൾ ചെയ്യാൻ പോകണ്ട, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അവരുടെ ഫാമിലി ലൈഫിനെ, അവരുടെ സോഷ്യൽ ലൈഫിനെ, അവരുമായിട്ട് ചുറ്റപ്പെട്ട് നടക്കുന്ന എല്ലാ ആളുകളെയും ഈ തൈറോയിഡിന്റെ പ്രശ്നം ബാധിക്കും. അത് ഈ തൈറോയിഡ് രോഗിക്കും മനസ്സിലാവുന്നില്ല, അതും ഈ ചുറ്റുമുള്ള ആളുകൾക്കും ഈ തൈറോയിഡിൻ്റെതാണെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാക്കും. ഇന്നിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഒട്ടുമിക്ക കുടുംബ പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ ഡൈവോഴ്സിനോ ഒക്കെ കാരണം ഈ ഒരു തൈറോയിഡ് പ്രശ്നമാണ്. എൻ്റെ പല പേഷ്യൻസും എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഡോക്ടറെ ഞങ്ങൾ ഡിവോഴ്സിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വന്നത്. ഇപ്പോൾ അവർ നല്ല സന്തോഷമായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നു. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പം ഇതൊക്കെ ഞാൻ എൻ്റെ പേഷ്യൻസിൽ കണ്ട മാറ്റങ്ങളാണ് കേട്ടോ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എനിക്ക് കുറച്ച് വ്യൂ കിട്ടാനോ കുറച്ച് ലൈക്കും കമൻറ്റ് കിട്ടിയ യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിത് ഷെയർ ചെയ്യണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഈ വീഡിയോ കൊണ്ട് ഏതെങ്കിലും ഒരാളുടെ ജീവിതത്തെയെങ്കിലും നമുക്ക് സഹായിക്കാൻ പറ്റുവാണെങ്കിൽ അവർക്ക് ഒരു തൈറോയ്ഡ് രോഗിയെ ചികിത്സിച്ച് അവർക്കുണ്ടാകുന്ന ഈ മാറ്റങ്ങൾ വരുന്നു കഴിയുമ്പോൾ അത് ആ രോഗിക്ക് മാത്രമല്ല, അവരുടെ ചുറ്റും ഇടപെടുന്ന ഏറ്റവും കുറഞ്ഞത് ഒരു 50 പേർക്കെങ്കിലും അതിൽ നിന്നുള്ളൊരു റിലീഫാണ് ഉണ്ടാകുന്നത്. അത് അവരുടെ ഫാമിലി ലൈഫിനെ, അവരുടെ സോഷ്യൽ ലൈഫിനെ, എന്തിനും നമ്മുടെ ഈ സമൂഹത്തെ പോലും അത് ഗുണം ചെയ്യും. ഇപ്പം നമ്മുടെ ഈ സമൂഹത്തിലുണ്ടാകുന്ന ചില നിസ്സാര പ്രശ്നങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് മാറുന്നതൊക്കെ ഒരുപക്ഷെ ഒരു തൈറോയ്ഡ് രോഗി അതിനിടയ്ക്ക് ഉള്ളതുകൊണ്ടാവാം. കാരണം അവർക്കിത് സ്വയം കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെ ഒരു നല്ല രീതിയിൽ ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യാനോ ഒന്നും അവരുടെ ബ്രെയിൻ അനുവദിക്കുന്നില്ല. അപ്പം അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ കുറേ കാലം തൈറോയ്ഡ് പഴകി കഴിയുമ്പോൾ ഇത് അവരുടെ മാനസിക എന്താ പറയുക ഒരു മാനസിക ആരോഗ്യത്തെ അത് നല്ല രീതിയിൽ അത് ബാധിക്കും. അതൊരു ലിമിറ്റ് വിട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സൈക്യാട്രിക് മരുന്നുകൾ ഇല്ലാതെ പറ്റില്ല എന്നുള്ള സ്റ്റേജിലേക്ക് വരും. ഇവിടെ കഴിച്ചിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. കാരണം ഈ റൂട്ട് കോസ് തൈറോയ്ഡ് സ്റ്റേബിളായിട്ട് വർക്ക് ചെയ്യാത്തിടത്തോളം കാലം ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊന്നും ഒരു മാറ്റം വരുന്നില്ല എന്നാണ് ഇതുവരെ നൂറുകണക്കിന് രോഗികളെ ചികിത്സിച്ച ആ ഒരു അനുഭവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സംഗതി. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് ഒരു തൈറോയ്ഡ് രോഗിയെ നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പം ഇനി എങ്കിലും ഇപ്പോൾ ഒരു തൈറോയ്ഡ് ഇപ്പം പല ആളുകൾക്കും ഇത് തൈറോയ്ഡിന്റെ പ്രശ്നങ്ങളാണെന്ന് അവർ തന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ആദ്യം പോയിട്ട് TSH ആണ് നോക്കുക. TSH നോക്കുമ്പോൾ നോർമലാണ്, അപ്പോൾ തൈറോയ്ഡ് സേഫ് ആണെന്നാണ് അവരുടെ ചിന്ത. അങ്ങനെയല്ല, TSH ലെവലിലേക്ക് വരുന്നത്, ഹോർമോണൽ ഇംബാലൻസിലേക്ക് വരുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിക്ക് കുറേ നാശനഷ്ടങ്ങൾ വന്നു കഴിഞ്ഞിട്ടാണ്. അപ്പം അതിന് എത്രയോ മുമ്പേ ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങി. അതൊരു പക്ഷേ ഒരു നൊഡ്യൂളായിട്ടാവാം, തൈറോയ്ഡ് ഐറ്റിസ് ആയിട്ടാവാം, അല്ലെങ്കിൽ ഹാഷിമോട്ടോസ് ആയിട്ടാവാം. അപ്പം ഏത് ടൈപ്പുള്ള തൈറോയ്ഡ് പ്രശ്നങ്ങളാണെങ്കിലും അത് അവരുടെ മാനസിക ആരോഗ്യത്തെ സാരമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. അപ്പം ഇനിയെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു സംഗതി, ഒന്ന് ഇവരെ നിരീക്ഷിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഇവരിങ്ങനെ പെരുമാറുന്നതിൻ്റെ കാരണം ഇവരിലുള്ള
തൈറോയ്ഡ് പ്രശ്നമുണ്ട്. അവരുടെ ആ രോഗാവസ്ഥയാണ് ഇവരെ ഇങ്ങനെ പ്രതികരിക്കുന്നതിലേക്ക് നയിക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. ഇങ്ങനെ പെരുമാറുന്ന ആളുകളെ കണ്ടാൽ അവരോട് കുറച്ച് സ്നേഹത്തോടെയും ദയോടെയും പെരുമാറുക. കാരണം അവർ വേണമെന്ന് വെച്ചിട്ട് പ്രതികരിക്കുന്നതല്ല അങ്ങനെ. അവർ ഈ ഒരു പ്രശ്നം മൂലമാണ് അവർക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകുന്നത്. അപ്പം നിങ്ങളിത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ അത് അവരെ സഹായിച്ചേക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇത് അവർക്കും അവരുടെ കുടുംബത്തിനും അവരുടെ ചുറ്റുമുള്ളവർക്കും ഒക്കെ അതൊരു സഹായകമാകും. പലപ്പോഴും ഇതിൻ്റെ എല്ലാം ബുദ്ധിമുട്ട് സഹിക്കുന്ന ആരാന്നറിയാമോ? ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് നിൽക്കുന്ന നോർമലായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരാണ്. ഇപ്പോൾ ഒരു കുടുംബത്തിലെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അമ്മായിയമ്മയ്ക്കും മരുമകൾക്കും തൈറോയ്ഡ് പ്രശ്നമാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ. ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന പാവം പിടിച്ച ഭർത്താവിൻ്റെ കാര്യം വല്ലാത്ത കഷ്ടത്തിലാണ് അല്ലേ? അപ്പം ഈ ഭർത്താവിന് മനസ്സിലാവുന്നില്ല ഇവരുടെ തൈറോയ്ഡ് മൂലമാണ് ഇവരിങ്ങനെ വഴക്കുണ്ടാക്കുന്നത്. ഇതൊക്കെ എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന പേഷ്യൻസ് പറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കാര്യങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്ന ചില കാര്യങ്ങളാണ് കേട്ടോ. എൻ്റെ പേഷ്യൻസിനെ ഓരോരുത്തരെ ഓർത്തപ്പം ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതല്ലാണ്ട് മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാവാം. നിങ്ങൾക്ക് ഇതല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻ്റായിട്ട് ഇടാം. അപ്പോൾ ഇത് ഒരു മെയിൻ വിഷയം ആവുന്നത് എന്താണെന്ന് വെച്ചാൽ, കൺവെൻഷണൽ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സിൽ ഇതിനൊരു ചികിത്സയില്ല. അതാണ് സത്യമായ അവസ്ഥ. പ്രത്യേകിച്ച് ഹാഷിമോട്ടോസ് ഒക്കെ ആണെങ്കിൽ ഈ ഗുളിക ജീവിതകാലം കഴിക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് കൂടാണ്ട് മറ്റു പല പ്രശ്നങ്ങളുണ്ട്. ഒരു സംഗതി ഒട്ടും സ്നേഹം തോന്നാതെ ഇരിക്കുക. അത് സ്വന്തം മക്കളെയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ കുടുംബാംഗങ്ങളെയോ ഒന്നും ഒരു സ്നേഹം അവർക്ക് ഉള്ളിൽ നിന്ന് ആ ഒരു സ്നേഹം വരാതിരിക്കുക. ഇതൊക്കെ ഒരു ബ്രെയിൻ ഫോഗ്, ഇങ്ങനെ എന്തോ ഒരു മന്ദിപ്പ്, മനസ്സിങ്ങനെ അടഞ്ഞിരിക്കുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ആണ് അവർക്കുണ്ടാവുക. അപ്പം ഇതുപോലെയുള്ള ഒരു പ്രശ്നങ്ങൾ ഒരു 99% കണ്ടുവരുന്നത് തൈറോയ്ഡ് രോഗികളിലാണ്. അപ്പം ഇത് ഞാൻ ഇങ്ങനെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുവാണെങ്കിൽ ഒരുപക്ഷെ അവരെക്കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാട് മാറ്റുന്നതിനും അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവരാനും ഒരുപക്ഷെ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും.